ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിന്റെ 10ാം ഊഴമാണ് ഇന്ന്. ബീഹാർ മുഖ്യമന്ത്രിയായി അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പട്നയിലെ ഗാന്ധി മൈതാനത്തിൽ രാവിലെ 11:30യോടെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മറ്റ് കേന്ദ്രമന്ത്രിമാരും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. നിതീഷ് കുമാറിനോടൊപ്പം 22 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കും. സമ്രാട് ചൌധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാരായി തന്നെ തുടരും. നിതീഷ് കുമാറിനെ NDAയുടെ നിയമസഭാ കക്ഷി നേതാവായും NDA യോഗം തിരഞ്ഞെടുത്തിരുന്നു. LJP അധ്യക്ഷൻ ചിരാഗ് പസ്വാൻ, RLM അധ്യക്ഷൻ ഉപേന്ദ്ര കുഷ്വാഹ, HAM അധ്യക്ഷൻ സന്തോഷ് കുമാർ സോമൻ, BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് കുമാർ ജയ്സ്വാൾ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് NDAയുടെ നേതാവായി നിതീഷ് കുമാറിനെ തിരഞ്ഞെടുത്തത്. BJPയുടെ സമ്രാട് ചൌധരിയാണ് നിതീഷിന്റെ പേര് മുന്നോട്ട് വെച്ചത്. പിന്നാലെ ഏകകണ്ഠമായി നിതീഷിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. RJD നേതാവ് തേജസ്വി യാദവാണ് ബീഹാറിലെ പ്രതിപക്ഷ നേതാവ്. പട്നയിലെ RJD നിയമസഭാ കക്ഷിയോഗത്തിലാണ് തേജസ്വിയെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തത്. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും തേജസ്വി ആയിരുന്നു. എന്നാൽ മഹാസഖ്യത്തിന് തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് നേരിടേണ്ടി വന്നത്. 243 നിയമസഭാ സീറ്റുകളിൽ NDA 202 സീറ്റുകളിലും വിജയിച്ചു. ഇതിൽ 89 സീറ്റ് BJP നേടിയപ്പോൾ 85 സീറ്റാണ് നിതീഷ് കുമാർ നയിക്കുന്ന JDU നേടിയത്. RJD 25 സീറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ വെറും 6 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാനായത്.